ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ ലെസണിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞ പഠിച്ചങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചറാണ്. വാട്ട് ആർ ദ മെയിൻ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ? അടിസ്ഥാനപരമായ ഫോഴ്സുകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ? There are 4 fundamental forces in nature. One, gravitational force. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഒന്നാമത്തത്. സെക്കൻഡ് ഈസ് weak nuclear force. Third is electromagnetic force. And fourth is strong nuclear force. What are the fundamental forces in nature? ഏതൊക്കെയാണ്? Gravitational force, weak nuclear force, electromagnetic force and strong nuclear force. ഇതിൽ ഏറ്റവും ചെറുത് വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്? മാസ്സുള്ള രണ്ട് വസ്തുക്കൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ്. ഇത് യൂണിവേഴ്സിലെ പ്രപഞ്ചത്തിലെ എല്ലാ മാസ്സുള്ള വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഹാവിംഗ് മാസ്. അതായത് യൂണിവേഴ്സിലെ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ബാധകമാണിത്. മാസ്സുള്ള എല്ലാ വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഇതെല്ലായ്പ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കും. രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ് അതെല്ലായ്പ്പോഴും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. അത് ഇൻഫിനിറ്റിയിൽ വരെ റേഞ്ച് ഉണ്ട്. ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അതിവിദൂരമായ വസ്തുക്കൾ വരെ അത് എക്സേർട്ട് ചെയ്യും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ദ വീക്കസ്റ്റ് ഓഫ് ഓൾ ഫോഴ്സസ് എക്സിസ്റ്റിംഗ് ഇൻ നേച്ചർ. ഇപ്പോൾ പ്രകൃതിയിൽ കാണപ്പെടുന്ന ഫോഴ്സുകളിൽ വെച്ച് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഈ ഫണ്ടമെന്റൽ ഫോഴ്സുകൾ പ്രധാനമായിട്ടും 4ആണ്. അതിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ what are the properties of gravitational force? Gravitational force exists between any two bodies having mass. It always attractive in nature. It is a long range force and it is the weakest of all forces existing in nature. ഫണ്ടമെന്റൽ ഫോഴ്സിൽ അടുത്തത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ചില ന്യൂക്ലിയർ റിയാക്ഷൻസ്, ന്യൂക്ലിയർ പ്രോസസ്സുകൾ, അതായത് ബീറ്റ ഡീകേ പോലെയുള്ള ന്യൂക്ലിയർ പ്രോസസ്സുകളിൽ മാത്രം അനുഭവപ്പെടുന്ന ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. രണ്ടാമത്തേത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് അപ്പിയേഴ്സ് ഓൺലി ഇൻ സർട്ടൻ ന്യൂക്ലിയർ പ്രോസസ് സച്ച് ആസ് ബീറ്റ ഡീകേ ഓഫ് ന്യൂക്ലിയസ് and it is a very short range force. അടുത്ത മൂന്നാമത്തത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജ് പാർട്ടിക്കിൾസിനിടയ്ക്ക് അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കും മാഗ്നറ്റിക്കും ഫോഴ്സുകളെ ചേർത്ത് പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഒരു മൂവിങ് ചാർജിനാകുമ്പോൾ രണ്ട് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇലക്ട്രിക് ചാർജിനെയും മാഗ്നറ്റിക് ചാർജിനെയും ചേർത്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്, മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അട്രാക്റ്റീവ് ആകും, റിപ്പൾസീവ് ആകും. ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ചാർജസ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയും ഉണ്ട്, റിപ്പൾസീവ് പ്രോപ്പർട്ടിയും ഉണ്ട്. ഇത് ഒരു ലോങ് റേഞ്ച് ഫോഴ്സാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പരിധി എന്ന് പറയുന്ന ഈ ഫോഴ്സ് അനുഭവപ്പെടുന്ന പരിധി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ഏകദേശം ഇൻഫിനിറ്റി എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ മൂന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. സെക്കൻഡ്, ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സസ് ആർ ടുഗദർ കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. Electromagnetic force has both attractive and repulsive nature and it is a long range force.
ഇനിയും നാലാമത്തെ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആറ്റത്തിലെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫോഴ്സാണ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും പരസ്പരം ശക്തിയായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോഴ്സിനെയാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, അതായത് ന്യൂക്ലിയസിൻ്റെ സൈസിനുള്ളിൽ ഒതുങ്ങുന്ന ഫോഴ്സാണ് എന്തെങ്കിലും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഓഫ് ഓൾ ഫോഴ്സസ് എക്സിസ്റ്റിംഗ് ഇൻ നേച്ചർ. പ്രകൃതിയിൽ കാണപ്പെടുന്ന ഫോഴ്സുകളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ്. അപ്പോൾ ഇവയുടെ ഹൈറാർക്കിക്കൽ ഓർഡർ കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതലാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അതിനേക്കാൾ കൂടുതലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ഏറ്റവും കൂടുതലാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഏറ്റവും ചെറുത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഏറ്റവും വലുത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സുമാണ്. ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ ലെസണിലെ ബേസിക് പോയിൻറ്റ്സ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനിയും ഇതിൽ നിന്ന് മുൻ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ നിങ്ങളൊന്നെടുത്ത് നോക്കണം. അത് വെച്ചിട്ട് നിങ്ങൾ സ്വയം ആൻസർ ചെയ്യണം. എന്നിട്ട് ഇതുമായി ബന്ധപ്പെടുത്തി ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ ചോദ്യം, സെലക്ട് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഫ്രം ദ ഫോളോയിങ് ലിസ്റ്റ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഫണ്ടമെൻ്റൽ ഫോഴ്സുകളാണ് തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത്, ഏറ്റവും ശക്തിയേറിയ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്. പക്ഷേ പ്രപഞ്ചത്തിലുള്ള 4 ബേസിക് ഫോഴ്സുകളിൽ ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സാണ്. രണ്ടാമത്തെ ചോദ്യം, ദ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്. അതായത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളിലും സ്ട്രോങ്ങർ എന്ന്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളിലും സ്ട്രോങ് എന്ന് പറയുന്നത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ട്രൂ എന്നാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. സം കൺസർവേഷൻ ലോസ് ആർ ട്രൂ ഫോർ വൺ ഫണ്ടമെൻ്റൽ ഫോഴ്സ് ബട്ട് നോട്ട് ട്രൂ ഫോർ അതേഴ്സ്. അതായത് ചില കൺസർവേഷൻ ലോ ഒരു ഫോഴ്സിന് ശരിയാകുമ്പോൾ മറ്റു ചില ഫോഴ്സുകൾക്ക് അത് ശരിയാവുന്നില്ല. ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഇതിന് കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല. ചില ഫണ്ടമെൻ്റൽ കൺസർവേഷൻസ്, സ്ട്രേഞ്ച്നെസ്, സ്പിൻ, ബേരിയോൺ നമ്പർ, ഹൈപ്പർ ചാർജ് മുതലായ കാര്യങ്ങൾക്ക് സ്ട്രോങ് ഫോഴ്സിലും സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിലും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിലും ഈ സ്ട്രേഞ്ച്നെസ് എന്ന് പറയുന്നത് കൺസർവ്ഡ് ആണ്. പക്ഷേ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൽ സ്ട്രേഞ്ച്നെസ് എന്ന് പറയുന്നത് കൺസർവ്ഡ് അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ചില ഫണ്ടമെൻ്റൽ ഫോഴ്സിൻ്റെ കേസിൽ കൺസർവേഷൻ ലോസ് ശരിയാവുമ്പോൾ ചിലതിന് ആ കൺസർവേഷൻ ലോ ശരിയാവുന്നില്ല. അപ്പോൾ സ്ട്രേഞ്ച്നെസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, കൺസർവേഷൻ ഓഫ് സ്ട്രേഞ്ച്നെസ് ഈസ് not true for weak nuclear force but it is true for strong and electromagnetic interactions. Therefore answer for the question 3 is true. ചിലതിന് ശരിയാവും, ചിലതിന് ശരിയാവില്ല, ചില കൺസർവേഷൻ ലോസ്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്കൊന്ന് നോക്കൂ. The branch of physics that was developed to understand and improve the working of heat engine is. ഹീറ്റ് എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ വർക്ക് ഇംപ്രൂവ് ചെയ്യാനും മനസ്സിലാക്കാനും സഹായിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ച്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു ടെമ്പറേച്ചർ തെർമോഡൈനാമിക്സ് ആണ്.
തെർമോഡൈനാമിക്സ് ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയുള്ള പഠനമാണ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഡിവൈസുമായിട്ടുള്ള പഠനമാണ്. ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തെർമോഡൈനാമിക്സ് ആണ്. ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. The gravitational force is always attractive, whereas electrostatic force is attractive as well as repulsive. The ratio of electrostatic force and gravitational force between two protons is, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അട്രാക്റ്റീവാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആവാം, റിപ്പൾസീവ് ആവാം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും റേഷ്യോ, രണ്ട് പ്രോട്ടോണുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് ഉത്തരം 10⁻36 ആണ്. അതായത് F ഈസ് ഈക്വൽ ടു K Q1 Q2/R² F ഈസ് ഈക്വൽ ടു G M1 M2/R² ഉപയോഗിച്ചിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. 10⁻36 എന്നാണ് ഉത്തരം. ചെയ്ത് നോക്കുക, സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ് ഫോഴ്സസ്. 6ാമത്തെ ചോദ്യം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സും വീക്ക് ന്യൂക്ലിയർ ഫോഴ്സും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സും ഒരു കാറ്റഗറിയിലാണ്, ഫണ്ടമെൻ്റൽ ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വിസ്കസ് ഫോഴ്സാണ്. വിസ്കസ് ഫോഴ്സ് ഒരു ഫണ്ടമെൻ്റൽ ഫോഴ്സ് അല്ല. ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫോഴ്സ് ഇവയൊന്നും ഫണ്ടമെൻ്റൽ ഫോഴ്സ് അല്ല. 4 ഫോഴ്സുകളാണ് പ്രധാനമായിട്ടും ഫണ്ടമെൻ്റൽ ഫോഴ്സായിട്ടുള്ളത്. അപ്പോൾ ആൻസർ വിസ്കസ് ഫോഴ്സാണ്. 7ാമത്തെ ചോദ്യം നോക്കൂ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് in nature binds protons and neutrons in a nucleus. ന്യൂക്ലിയസിലെ പ്രോട്ടോൺസിനെയും ന്യൂട്രോൺസിനെയും ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫണ്ടമെൻ്റൽ ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം സി ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. ഇനിയും 8ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ഓൾ ഒബ്ജക്ട്സ് ഇൻ ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കിടയിലും അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഉത്തരം സി. 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം സി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. 9, ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിനിടയ്ക്കുള്ള ഫോഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ശരിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ക്യാൻ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവ് ആവാം അല്ലെങ്കിൽ റിപ്പൾസീവ് ആവാം, അതും ശരിയാണ്. ന്യൂക്ലിയർ ഫോഴ്സ് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ്, അതും ശരിയാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സസ് എമംഗ് ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. പ്രകൃതിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണോ? അല്ല. ഇപ്പോൾ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡി ആണ്. Gravitational force is one of the strongest forces among fundamental forces in nature എന്ന് പറഞ്ഞ ഡി ആണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി 10ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ്. നേച്ചറിലെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? നമ്മൾ പഠിച്ചു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. 10, എയുടെ ആൻസർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. 98 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു ഡാഷ് കെൽവിൻ. ചെയ്ത് നോക്കണം. ഫാരൻഹീറ്റിന് കെൽവിനേക്കുള്ള കൺവേർഷൻ വെച്ചിട്ട് ചെയ്യുക. ആൻസർ 309.7 കെൽവിൻ എന്നാണ് ഉത്തരം. 11ാമത്തെ ചോദ്യം, വീക്കസ്റ്റ് ഫോഴ്സസ് ഫൗണ്ട് ഇൻ നേച്ചർ. നേച്ചറിൽ കാണപ്പെടുന്ന ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് വീണ്ടും ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം സി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതോടുകൂടി 1ാമത്തെ ചാപ്റ്ററിലെ പരീക്ഷയ്ക്ക് ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം കഴിഞ്ഞു.